നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ടർ ടിവിയും ഇടതുചായുള്ള ചാനലുകളും ഒഴികെയുള്ള മാധ്യമങ്ങളിലൂടെ മെസ്സി തട്ടിപ്പിന്റെ വാർത്ത വലിയ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. കേരളീയരുടെ കായിക സ്വപ്നങ്ങളെയും വികാരങ്ങളെയും മുൻനിർത്തി മെസ്സി എന്ന മാന്ത്രിക പേരിന്റെ തണലിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത സാമ്പത്തിക കൊള്ളയും ആസൂത്രിത തട്ടിപ്പുമാണ്. അന്താരാഷ്ട്ര ഫുട്ബോൾ നക്ഷത്രമായ ലയണൽ മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന വലിയ പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് വിദേശ പണമിടപാടുകളുടെയും നികുതി വെട്ടിപ്പുകളുടെയും വലിയൊരു കൊള്ള തന്നെയാണ്. എന്താണ് ഇപ്പോഴത്തെ മെസ്സി വിവാദം? എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്തിലൂടെ. സംസ്ഥാനത്ത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഉന്നതതല ബന്ധങ്ങളുടെ മെനഞ്ഞെടുത്ത ഈ സാമ്പത്തിക നാടകം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി മാറുമ്പോൾ അണിയറയിലെ കളികൾ ഒന്നൊന്നായി പൊളിയുകയാണ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് വലിയ ചതിയുടെ ചുരുളഴിച്ചത്. അണിയറയിലെ നാടകങ്ങൾ ഒന്നൊന്നായി പൊളിയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി ഈ സംഭവം മാറുകയാണ്. ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കാനെത്താൻ നിയമസാധ്യതയുള്ള യാതൊരുവിധ കരാറോ ആധികാരിക രേഖകളോ നിലവിലില്ലായിരുന്നുവെന്ന് പ്രശാന്തിന്റെ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നു. കായിക പ്രേമികളെയും പൊതുസമൂഹത്തെയും വഞ്ചിച്ചുകൊണ്ട് ധനകാര്യ നിയമവകുപ്പുകളുടെ അനുമതിയില്ലാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ വെച്ച് നീട്ടാൻ പഴുതുകളില്ലാത്ത ആസൂത്രണമാണ് നടന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തട്ടിപ്പിന് മണ്ണൊരുക്കാൻ പിണറായി സർക്കാരിന്റെ കാലത്തെ ഭരണതലപ്പത്തുള്ള ഉന്നതരും ഉദ്യോഗസ്ഥ വൃന്ദവും ഒറ്റക്കെട്ടായി ഒത്തുകളിച്ചെന്ന കണ്ടെത്തൽ കേസിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണ് നൽകുന്നത്. ക്യാബിനറ്റ് തത്വങ്ങളും സർക്കാർ നിർദ്ദേശങ്ങളും മറികടന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കായി ഭരണ സംവിധാനങ്ങളെ ഒന്നടങ്കം ദുരുപയോഗം ചെയ്തു. ഇൻഷുറൻസോ ബാങ്ക് ഗ്യാരണ്ടിയോ ഇല്ലാതെ കൊച്ചി കലൂർ സ്റ്റേഡിയം വരെ കൈമാറാൻ മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രത്യക്ഷ പിന്തുണയുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചാനൽ ചർച്ചയിൽ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായി വാചാലനായ റിപ്പോർട്ടർ ചാനൽ എം ഡി ആൻഡോ അഗസ്റ്റിന് GST ഇന്റലിജൻസിന് മുന്നിൽ മറുപടിയില്ലാതെ പതറേണ്ടി വന്നു. വിദേശ അക്കൗണ്ടിലേക്ക് അയച്ചുവെന്ന് അവകാശപ്പെടുന്ന 126 കോടി രൂപയുടെ ഉറവിടത്തെക്കുറിച്ചും രേഖകളെക്കുറിച്ചും GST ഉദ്യോഗസ്ഥർ നിരത്തിയ 50ഓളം കുഴയ്ക്കുന്ന ചോദ്യങ്ങളിൽ 10ൽ താഴെ എണ്ണത്തിന് പോലും തൃപ്തികരമായ മറുപടി നൽകാൻ ആൻഡോയ്ക്ക് സാധിച്ചില്ല. വൻകിട പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ കള്ളക്കളിയും നിഗൂഢ സാമ്പത്തിക സ്രോതസ്സുകളും പുറത്തു വരുന്നതോടെ മെസ്സി വിവാദം കേരള ഭരണകൂടത്തെ ഉലയ്ക്കുന്ന വലിയ തട്ടിപ്പായി നിഴലിച്ചു നിൽക്കുകയാണ്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന വൻ പ്രഖ്യാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു കച്ചവട തട്ടിപ്പ് മാത്രമായിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ ലളിതമായ ഒരു വാണിജ്യ ബ്രോഷറിനെ ഔദ്യോഗിക സമ്മതപത്രമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവർ തട്ടിപ്പുകൾ നടത്തിയത്. സ്പോർട്സ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് കേരളത്തെ നാണം കെടുത്തിയ സാമ്പത്തിക നാടകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. സംഭവത്തിൽ വ്യാജരേഖ ചമയ്ക്കലിനും തെറ്റിദ്ധരിപ്പിക്കലിനും വിജിലൻസ് അന്വേഷണത്തിന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. മെസ്സി വരുമെന്ന് കാട്ടി വലിയ തോതിൽ പത്രസമ്മേളനങ്ങളും പ്രചാരണങ്ങളും നടത്തിയെങ്കിലും AFAയുമായി യാതൊരുവിധ നിയമസാധ്യതയുള്ള കരാറിലും ഏർപ്പെട്ടിരുന്നില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേവലം വിവരശേഖരണത്തിനായി അർജന്റീന അസോസിയേഷൻ നൽകിയ AFA മാച്ച് കൺസിഡറേഷൻസ് എന്ന ബ്രോഷറിനെയാണ് അന്തിമ കരാറായി വ്യാഖ്യാനിച്ചത്. വിദേശ രാജ്യത്തെ ഔദ്യോഗിക ടീമിനെ എത്തിക്കാൻ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ പൂർണ്ണമായി കാറ്റിൽ പറത്തി ധനകാര്യ നിയമവകുപ്പുകളുടെ പൂർണ്ണമായ പരിശോധന ഒഴിവാക്കിയാണ് ഭരണതലത്തെ വഴിവിട്ട നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയും നാണക്കേടും ഉണ്ടാക്കാവുന്ന കരാറുകളിലേക്ക് സ്വകാര്യ കമ്പനിയെ നയിക്കാൻ ഭരണ സംവിധാനത്തെ ഒന്നടങ്കം ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വലിയൊരു സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ഈ കച്ചവട നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നതോടെ കായിക പ്രേമികളെയും പൊതുസമൂഹത്തെയും വഞ്ചിച്ച മെസ്സി നാടകത്തിന്റെ കൂടുതൽ ചുരുളുകൾ കഴിയും. കോടികളുടെ വാണിജ്യമൂല്യമുള്ള മെസ്സി സന്ദർശനത്തിൽ ഒരു പൊതു ടെൻഡറോ പരസ്യമായ അപേക്ഷ ക്ഷണിക്കലോ ഇല്ലാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കരാർ നൽകിയത് തന്നെയായിരുന്നു ഇതിലെ ഏറ്റവും വലിയ തട്ടിപ്പ്. സർക്കാരിന്റെ എല്ലാ ധനകാര്യ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു സ്വകാര്യ കമ്പനിയെ പ്രിൻസിപ്പൽ സ്പോൺസർമാരായും സംഘാടകരായും തിരഞ്ഞെടുത്തതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ഇത്തരമൊരു വൻകിട അന്താരാഷ്ട്ര മേള സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായ ലേലമോ യോഗ്യതാ പരിശോധനയോ വേണമെന്ന പ്രാഥമിക നിയമം പോലും മറികടന്നാണ് ചാനൽ മാനേജ്മെന്റിന് വഴിവിട്ട സഹായം നൽകിയത്. തട്ടിപ്പിന് കളമൊരുക്കാൻ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കായിക വകുപ്പിനെയും വെറും ഉപകരണങ്ങളാക്കി മാറ്റി. സ്വകാര്യ കമ്പനിക്ക് വലിയ വാണിജ്യ നേട്ടമുണ്ടാക്കാൻ ഓഫ് ദ റെക്കോർഡ് ചർച്ചകളിലൂടെയാണ് കരാറുകൾ ഒപ്പിച്ചെടുത്തത്. സർക്കാരിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ കേവലം കാഴ്ചക്കാരാക്കി നിർത്തി റിപ്പോർട്ടർ മാനേജ്മെന്റിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സമാഹരണത്തിനും അനുമതി നൽകി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയോ മുൻപരിചയമോ പരിശോധിക്കാൻ സർക്കാർ തയ്യാറായില്ല. കേവലം കടലാസ സമിതികളെ മുന്നിൽ നിർത്തി കമ്പനിക്ക് മാർക്കറ്റിൽ വലിയ വിശ്വാസ്യതയും കച്ചവട സാധ്യതയും ഉണ്ടാക്കി കൊടുക്കാനാണ് മുൻ സ്പോർട്സ് മന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചതെന്ന് റിപ്പോർട്ട് അക്കമിട്ട് നിരത്തുന്നു. സർക്കാരിന് യാതൊരു സാമ്പത്തിക ലാഭവും ലഭിക്കില്ലെന്ന് ഉറപ്പായിട്ടും എല്ലാ ലാഭവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പൊതുമുതലും സർക്കാരിന്റെ ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്ത് റിപ്പോർട്ടർ മാനേജ്മെന്റിനെ സമ്പന്നമാക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി അതായത് ഏകദേശം 126 കോടി കൈമാറിയതിന് യാതൊരുവിധ ബാങ്ക് രേഖകളോ കൃത്യമായ ഫണ്ട് ട്രെയിലോ സബ്മിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പ്രധാന കണ്ടെത്തൽ. ടൂർ പ്രോ എൻഡർ LLC എന്ന US ഏജൻസി വഴിയാണ് തുക നൽകിയതെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ പശ്ചാത്തലമോ ഫണ്ട് കൈമാറിയതിന്റെ സുതാര്യതയോ പരിശോധിക്കാൻ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായില്ല. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് ഇതിനാൽ തന്നെ സംശയമുയരുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ വഴിയുള്ള ഈ കോടികളുടെ ഇടപാടിൽ ഹവാല, കള്ളപ്പണം വെളുപ്പിക്കൽ സാധ്യതകൾ നിഷേധിക്കാനാകില്ല. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസിയും ഈ സംഭവത്തിന് പിന്നാലെ തന്നെയുണ്ട്. GST വകുപ്പും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 126 കോടിയുടെ വിദേശ ഇടപാട് കാണിച്ച കമ്പനിക്ക് 22.68 കോടി രൂപയുടെ സർവീസ് ടാക്സ് നോട്ടീസ് GST അധികൃതർ നൽകിയതായിട്ടാണ് അറിയുന്നത്. എന്നാൽ ഇതിലും കൃത്യമായ മറുപടി നൽകാൻ കമ്പനിക്കായിട്ടില്ല. സർക്കാരിന് സാമ്പത്തിക ഉത്തരവാദിത്തം ബാക്കിവെച്ച് വിദേശത്തേക്ക് പണം കടത്താനുള്ള വഴിയാണോ ഇവർ നോക്കിയതെന്നും പരിശോധിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തട്ടിപ്പ് നടത്തുകയും അത് മറച്ചുവെക്കാൻ സർക്കാരിന്റെ അനുമതി പത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിദേശ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണവും അനിവാര്യമായിരിക്കുകയാണ്. വിഷയത്തിലെ മറ്റൊരു തട്ടിപ്പ് നാടകം മുൻ സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ യാത്രയുടെ പേരിലാണ്. യാത്രയ്ക്കായി ലക്ഷങ്ങൾ പൊടിച്ചതിനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയെന്ന് അവകാശപ്പെടുന്ന ചർച്ചകൾക്കും യാതൊരുവിധ ഔദ്യോഗിക മിനിറ്റ്സോ രേഖകളോ ഫയലില്ലെന്നും അന്വേഷണത്തിൽ വെളിപ്പെട്ടു. മാഡ്രിഡ് യാത്രയ്ക്കായിട്ടുള്ള ഔദ്യോഗിക ക്ഷണക്കത്ത് പോലും വ്യാജമായി നിർമ്മിച്ചതാണെന്ന സംശയമാണ് റിപ്പോർട്ട് ഉയർത്തുന്നത്. പൊതുജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്ത് നടത്തിയ വിദേശയാത്രയെക്കുറിച്ച് വിജിലൻസ് സംഘം മുൻ മന്ത്രി V. അബ്ദുറഹ്മാനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും യാത്രാ ചെലവ് അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. പ്രൈവറ്റ് സെക്രട്ടറിയുടെ കുറിപ്പുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മന്ത്രിയും സംഘവും വിദേശത്തേക്ക് വിമാനം കയറിയത്. ഇതിൽ ധനകാര്യ വകുപ്പിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ മുൻകൂർ അനുമതികളോ നിബന്ധനകളോ പാലിച്ചിരുന്നില്ല. മാഡ്രിഡിൽ ആരുമായിട്ടാണ് ചർച്ച നടന്നതെന്നോ എന്തൊക്കെ ധാരണകളിൽ എത്തിയെന്നോ കാണിക്കുന്ന കൃത്യമായ യാത്രാ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ടില്ല. ആകെ ഹാജരാക്കിയത് ഏതാനും ചില ഫോട്ടോസും ചില നിസ്സാര വിശദീകരണങ്ങളും മാത്രമാണ്. മെസ്സി വിവാദത്തിലെ തട്ടിപ്പുകൾ സുഗമമാക്കാൻ വേണ്ടി സംഘടിപ്പിച്ച വെറും ഒരു വിനോദയാത്ര മാത്രമായിരുന്നു ഇതെന്ന് പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു. സ്വകാര്യ കമ്പനിയുടെ ചെലവിലാണോ അതോ പൊതുമുതൽ ഉപയോഗിച്ചാണോ ഈ വിദേശയാത്രകൾ സംഘടിപ്പിച്ചെന്ന കാര്യത്തിൽ ഫയലുകളിൽ പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണുള്ളത്. വിദേശ പണമിടപാടുകളും സ്വകാര്യ കമ്പനിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധവും യാത്രയുടെ സുതാര്യത പൂർണ്ണമായി ഇല്ലാതാക്കി. സംസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങൾക്ക് നൽകേണ്ട 11 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ മാസങ്ങളായി കുടിശ്ശികയായി കിടക്കുമ്പോഴാണ് തട്ടിപ്പ് പദ്ധതിക്കായി സർക്കാർ ഖജനാവ് പണയം വെച്ചത്. കായിക മേഖലയുടെ അടിസ്ഥാന വികസനത്തിന് പണമില്ലെന്ന് പറയുന്ന വകുപ്പാണ് വ്യാജ പദ്ധതിക്കായി കോടികൾ ചെലവിട്ടത്. അർഹരായ കായിക താരങ്ങൾക്ക് നൽകേണ്ട പ്രതിമാസ പെൻഷനും പരിശീലന ഫണ്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് തികച്ചും അപ്രായോഗികവും വ്യാജവുമായ ഒരു ഫുട്ബോൾ മത്സരത്തിന് അന്താരാഷ്ട്ര വിശ്വാസ്യതയുണ്ടാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ ദുരുപയോഗം ചെയ്തത്. കായിക വകുപ്പിലെ അടിസ്ഥാനപരമായ മുൻഗണനകളെല്ലാം മാറ്റിവെച്ചാണ് മുൻ മന്ത്രിയുടെ ഓഫീസ് മെസ്സി തട്ടിപ്പിന് പിന്നാലെ പാഞ്ഞത്. ഇത് സംസ്ഥാനത്തെ കായിക സംസ്കാരത്തിന് തന്നെ കനത്ത ആഘാതമേൽപ്പിച്ചു. തട്ടിപ്പ് വേഗത്തിലാക്കാനും അനാവശ്യ സാമ്പത്തിക ഇളവുകൾ അനുവദിക്കാനും ഉദ്യോഗസ്ഥ വൃന്ദം പ്രയോഗിച്ചത് സമയപരിമിതി എന്ന വ്യാജതന്ത്രം എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. സാമ്പത്തിക നിയമ വകുപ്പുകളുടെ വിശദമായ പരിശോധനകൾ ഒഴിവാക്കാനാണ് സമയം പരിമിതമാണെന്ന് വരുത്തി തീർത്ത് വിജ്ഞാപനങ്ങളിലും അനുമതികളിലും വേഗത്തിൽ ഒപ്പുവെപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് മാനുവൽ വ്യക്തമാക്കുന്ന റൂൾസ് ഓഫ് ബിസിനസ് പൂർണ്ണമായും കാറ്റിൽ പറത്തിയായിരുന്നു ഭരണതലപ്പത്തെ ഈ നീക്കങ്ങൾ. സംഭവത്തിൽ മുൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് അടക്കമുള്ളവർ കടുത്ത സംശയ നിഴലിലാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ധാരണകൾക്ക് ധനകാര്യ വകുപ്പിന്റെ പ്രീ ഓഡിറ്റിംഗും നിയമവകുപ്പിന്റെ ലീഗൽ വെറ്റിംഗും അനിവാര്യമാണെന്നിരിക്കെ സമയമില്ലെന്ന വ്യാജ കാരണം പറഞ്ഞ് ഈ സുപ്രധാന പരിശോധനകളെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. സമഗ്രമായ സാമ്പത്തിക പരിശോധന നടന്നാൽ പദ്ധതിയിലെ വ്യാജരേഖകളും തട്ടിപ്പുകളും പുറത്തുവരുമെന്ന ഭയമാണ് ഉദ്യോഗസ്ഥരെയും മുൻ മന്ത്രിയുടെ ഓഫീസിനെയും ഇതിന് പ്രേരിപ്പിച്ചത്. നിയമവകുപ്പ് പിന്നീട് ചില സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും അതൊന്നും വകവെക്കാതെ ചീഫ് സെക്രട്ടറിയുടെ തലത്തിലുള്ള ഉത്തരവുകൾ സമ്പാദിച്ച് കാര്യങ്ങൾ നേടിയെടുത്തു. കായിക വകുപ്പിൽ നിന്ന് ഉയർന്ന തടസ്സവാദങ്ങളും മറ്റ് വകുപ്പുകളുടെ എതിർപ്പുകളും അവഗണിച്ച് വെറും 2 പേജുള്ള ഉത്തരവിലൂടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് മുൻ ചീഫ് സെക്രട്ടറിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കായിക വികസന ഫൗണ്ടേഷന്റെ വിശദമായ പ്രപ്പോസലുകളോ വകുപ്പ് തല വിലയിരുത്തലുകളോ ഇല്ലാതെയാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങൾ തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയത്. മുൻ മുഖ്യമന്ത്രിയുടെയും കായിക മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന കാര്യങ്ങൾ വേഗത്തിലാക്കിയത് അനാവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ടെന്നും ആവശ്യമുയരുന്നു. മെസ്സിയും അർജന്റീനയും മാത്രമല്ല, രണ്ടാം ടീമായി ഓസ്ട്രേലിയ എത്തിക്കാമെന്ന പേരിലും വലിയ കച്ചവട തട്ടിപ്പ് നടന്നിരുന്നു. ഫുട്ബോൾ ഓസ്ട്രേലിയയുമായി ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന കരാറുകളിലും സർക്കാരിന് ഭീമമായ സാമ്പത്തിക ബാധ്യതയും നിയമപരമായ അപകട സാധ്യതകളും വരുത്തിവെക്കുന്ന വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. മത്സരത്തിൽ അർജന്റീനയ്ക്കൊപ്പം മറ്റൊരു പ്രമുഖ ടീമും പങ്കാളികളാകുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഫിഫയുടെയോ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെയോ യാതൊരുവിധ അനുമതി പത്രങ്ങളും ഇതിനായി സംഘടിപ്പിച്ചിരുന്നില്ല. കേവലം കത്തുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ തട്ടിപ്പ് പദ്ധതികൾ തയ്യാറാക്കിയത്.
റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓസ്ട്രേലിയൻ ഫുട്ബോൾ ബോർഡുമായി നടത്തിയ ചർച്ചകളിൽ കേരള സർക്കാരിന്റെ പേര് പരസ്യമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. തങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളാണെന്ന വ്യാജേനയാണ് വിദേശ ബോർഡുകളുമായി ആശയവിനിമയം നടത്തിയത്. ഇതൊരുപക്ഷെ ഭാവിയിൽ അന്താരാഷ്ട്ര കായിക മേളകൾ കേരളത്തിലേക്ക് വരുന്നതിനും വലിയ തിരിച്ചടിയാകും. ലയണൽ മെസ്സി കേരളത്തിലേക്ക് കളിക്കാനെത്തുന്നുവെന്ന വൻ പ്രഖ്യാപനത്തിന് ആധാരമായി ഉയർത്തിക്കാട്ടിയ ഇമെയിൽ സന്ദേശങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി പാബ്ലോ ജെ ഡൈസ് അയച്ച ഇമെയിലുകളിൽ എവിടെയും മെസ്സി കളിക്കുമെന്നോ ടീം കേരളത്തിലെത്തുമെന്നോ ഉള്ള അന്തിമ ഉറപ്പുകൾ ഉണ്ടായിരുന്നില്ലെന്ന് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. എന്നാൽ മുൻ സ്പോർട്സ് മന്ത്രിയുടെ ഓഫീസും റിപ്പോർട്ടർ മാനേജ്മെന്റും ചേർന്ന് ഈ ഇമെയിലുകളെ സൗകര്യപൂർവ്വം വ്യാഖ്യാനിച്ചാണ് കരാറിലെത്തിയെന്ന് നാടൊട്ടുക്കും പ്രചരിപ്പിച്ചത്. ഇമെയിലുകളിൽ പറയുന്ന പണമിടപാടുകളെക്കുറിച്ചുള്ള പ്രധാന നിബന്ധനകൾ പോലും സർക്കാരിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു. റിപ്പോർട്ടർ TVയുടെ ഔദ്യോഗിക മേൽവിലാസത്തിൽ വന്ന കത്തുകളും സർക്കാരിന്റെ ഇമെയിൽ ID വഴി അയച്ച സന്ദേശങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളാണുള്ളത്. പ്രധാനപ്പെട്ട പല സന്ദേശങ്ങളും സ്പോർട്സ് വകുപ്പിന്റെ ഔദ്യോഗിക ഫയലുകളിൽ ഉൾപ്പെടുത്താതെ സ്വകാര്യമായി ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും മെസ്സി കരാറിൽ ഒപ്പിട്ടെന്നുമുള്ള വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി അഴിച്ചുവിട്ട് വലിയ തോതിൽ സ്പോൺസർഷിപ്പ് തുകകൾ സമാഹരിക്കാനായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം. തട്ടിപ്പിന് കളമൊരുക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വന്ന ഇമെയിലുകളിലെ ഉള്ളടക്കം തിരുത്തുകയോ തെറ്റായി പരിഭാഷപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന കടുത്ത സംശയവും റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇമെയിൽ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് സമഗ്രമായ സൈബർ ഫോറൻസിക് അന്വേഷണം നടത്തിയാൽ മെസ്സി തട്ടിപ്പിലെ പ്രധാന ഗൂഢാലോചനക്കാരുടെയും അണിയറക്കാരുടെയും പേരുകൾ പുറത്തുവരുമെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന ആകർഷകമായ പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് കോടികളുടെ അവിഹിത സാമ്പത്തിക ഇടപാടുകളാണോ എന്ന സംശയമാണ് പ്രധാനമായും ബലപ്പെടുന്നത്. വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് പണം വിദേശത്തേക്ക് അയച്ചതെന്ന കണ്ടെത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയ തുകയുടെ ഉറവിടം കണ്ടെത്താൻ EDയും ആദായനികുതി വകുപ്പും സംയുക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അന്വേഷണ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഔദ്യോഗികമായി ലഭ്യമാകാൻ ED അടിയന്തരമായി കത്ത് നൽകും. കായിക വകുപ്പ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് കേസിൽ നിർണായക തെളിവുകളായി മാറിയിരിക്കുന്നത്. സർക്കാരിന്റെ പക്കലുള്ള മുഴുവൻ രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികൾ നിശ്ചയിക്കുക. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഭീമമായ തുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കൈമാറിയത്. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് പണം അയച്ചതെന്ന് കമ്പനി വാദിക്കുന്നുണ്ടെങ്കിലും അതിനായി കണ്ടെത്തിയ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും ശക്തമായ സംശയങ്ങളുണ്ട്. ഈ പണത്തിന്റെ പിന്നിൽ അനധികൃത സ്വത്തോ നികുതി വെട്ടിപ്പോ ഉണ്ടോ എന്നാണ് പ്രഥമ ദൃഷ്ട്യാ പരിശോധിക്കുന്നത്. കായിക വകുപ്പ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കൃത്യമായി അക്കമിട്ട് നിർത്തിയിട്ടുണ്ട്. കരാറുകളിലും സ്പോൺസർഷിപ്പ് തുക സമാഹരണത്തിലും വലിയ തോതിലുള്ള ചട്ടലംഘനങ്ങൾ നടന്നതായി ഈ അന്വേഷണത്തിൽ വ്യക്തമായി. സർക്കാർ റിപ്പോർട്ട് കൈപ്പറ്റുന്നതോടെ സ്വകാര്യ കമ്പനിയുടെയും സ്പോൺസർമാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ED പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാക്കും. നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് വിദേശത്തേക്ക് പണം കടത്തിയതെന്ന് ബോധ്യപ്പെട്ടാൽ ഫെമ നിയമത്തിലെ കടുത്ത വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിക്കും. ബാങ്ക് ഇടപാടുകളിലെ ഓരോ ക്രമക്കേടും പ്രത്യേകം പരിശോധിക്കാനാണ് കൊച്ചി യൂണിറ്റിന്റെ പദ്ധതി. വിദേശ ഏജൻസികളിലേക്ക് നൽകിയ തുകയുടെ യഥാർത്ഥ ഉറവിടം തേടി ആദായനികുതി വകുപ്പും സമാന്തരമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിച്ച പണത്തിന്റെ രേഖകൾ കൃത്യമാണോ എന്നും അവർ ഉറപ്പുവരുത്തും. കണക്കിൽപ്പെടാത്ത പണമാണ് ഇതിനായി ഉപയോഗിച്ചതെങ്കിൽ ആദായനികുതി നിയമപ്രകാരം കടുത്ത പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വരും. സ്പോൺസർഷിപ്പിന്റെ മറവിൽ വൻകിട പണമിടപാടുകൾ നടന്നുവെന്ന സൂചനകൾ പുറത്തു വന്നതോടെ കൂടുതൽ പ്രമുഖരിലേക്കും അന്വേഷണം നീളാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികളെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. പുതിയ സർക്കാരിന് വന്നതിന് ശേഷമുള്ള പ്രാഥമിക അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളും ഒന്നിക്കുമ്പോൾ വിദേശ പണമിടപാടുകളിലെ നിഗൂഢതകൾ ഒന്നായി പുറത്തുവരുമെന്ന കാര്യം ഉറപ്പാണ്. കായിക മേഖലയുടെ പേരിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്കും വഴിമരുന്നിടും.